88 ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി വിധി എഴുതി കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിൽ 54 BJP വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിലെ 20 സീറ്റിലും വിജയം ആവർത്തിക്കാം എന്ന പ്രതീക്ഷ. കർണാടകയിലും രാജസ്ഥാനിലും പടിഞ്ഞാറൻ UP-യിലും ഒപ്പം ബംഗാളിലുമെല്ലാം മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു ഭേദപ്പെട്ട പ്രകടനം പോലും നടത്താൻ കർണാടകയിലോ രാജസ്ഥാനിലോ കോൺഗ്രസിന് പറ്റിയിരുന്നില്ല. എന്നാൽ ഇത്തവണ മികച്ച പ്രകടനം കർണാടകയിലൊപ്പം തന്നെ ഭേദപ്പെട്ട പ്രകടനം രാജസ്ഥാനിൽ നടത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പടിഞ്ഞാറൻ UP-യിലെ 8 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതി. 6 BJP-ക്കൊപ്പം പോയെങ്കിലും ജാട്ട് വോട്ടുകൾ അങ്ങനെ പോകില്ല, കർഷകർ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ സമാജ്വാദി പാർട്ടി പങ്കുവെക്കുന്നുണ്ട്. ബംഗാളിൽ 3 മണ്ഡലങ്ങൾ കൂടിയാണ് വിധി എഴുതിയത്. അവിടെ വിജയിക്കാമെന്ന് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നുണ്ട്. അസമിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും കോൺഗ്രസ് വെച്ചുപുലർത്തുന്നത്. മറുഭാഗത്ത് BJP ആണെങ്കിൽ കഴിഞ്ഞ തവണ മഹാഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ച സംസ്ഥാനങ്ങളിൽ അത് ആവർത്തിക്കാമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് നിരയിലെ കുറവ് തിരിച്ചടിയേറ്റിട്ടുണ്ട് എന്ന വിലയിരുത്തലെല്ലാമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടക്കാൻ കാരണമെന്ന വിലയിരുത്തലുകളുണ്ട്. ആ പ്രസംഗങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിച്ചത് എന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ എണ്ണുമ്പോൾ അല്ലെങ്കിൽ ആ വിധിയെഴുത്തിൽ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.